അങ്ങനെ 7 മണിയായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന റബ്ബർ മരത്തിൽ നിന്ന് മുഴുവൻ റബ്ബർ കറ എടുക്കലാണ്. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം ഇരുന്ന് റെക്കോർഡ് എഴുതി കളയാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് ഉമ്മാക്ക് കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മി കൊടുത്ത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റബ്ബർ കാട്ടിൽ മനുഷ്യനായിട്ട് ഞാനേ ഉള്ളൂ, ബാക്കി ഫുള്ള് കിളികളാ. നിങ്ങളെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അന്നത്തെ ദിവസം കളറായി. അടുത്ത മാസം കഴിക്കാൻ പാകത്തിന് ഒരു പൈനാപ്പിൾ ഒക്കെ കിളിച്ചു വരുന്നുണ്ട്. സംഭവം ഈ കറ എടുക്കുന്ന രസമാണെങ്കിലും ആകെയുള്ളൊരു നെഗറ്റീവ് ഇതാണ് ഡ്രസ്സിലൊക്കെ അങ്ങ് പറ്റും. ഇത് നമുക്ക് വൈകിട്ട് ഷീറ്റ് അടിക്കാനുള്ള റബ്ബറാട്ടോ. അങ്ങനെ ഈ മരമെല്ലാം ചുറ്റി നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് വർക്കൗട്ടിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നന്നായിട്ട് വിയർത്തിട്ടുണ്ടാവും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും വെള്ള ചമ്മന്തിയാണ്. അപ്പൊ യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. സംഭവം ഈ ലുക്കിൽ വെൽഡിങ്ങിന് പോകുന്ന പോലെ ഇരിക്കുമെങ്കിലും ഹെൽമെറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഗൈസ്. ഇതാണ് എന്റെ ഷുട്ടാപ്പി. കോളേജിൽ ചെന്ന് ഒരു ഇന്റർവൽ ആയപ്പോഴത്തേനും എല്ലാവരും തീറ്റിയും കൂടിയൊക്കെ തുടങ്ങി ഡ്യൂഡ് സിനിമയൊക്കെ കണ്ടോണ്ട്. ബട്ട് ഞാൻ ഹെൽത്തിയാണ് ഗൈസ്, ഹെൽത്തി. ഇവിടെ മമിത ബൈജുവിന് കണ്ണീര് വരെ തുടച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. ദാണ്ട ഡ്യൂഡ് സിനിമ കണ്ടിട്ട് മോങ്ങാൻ പോണു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള പേപ്പർ കീറുകയാണ്. ഗിഫ്റ്റ്. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ഫുഡെല്ലാം കഴിച്ചിറങ്ങിയപ്പോഴാണ് നാട് മൊത്തം വ്ളോഗർമാരാണെന്നുള്ള നഗ്ന സത്യം അറിയുന്നത്. പിന്നെ വീട്ടിൽ വന്ന് ട്യൂഷനും കൂടെ എടുത്തു കഴിഞ്ഞപ്പം എന്റെ ഇന്നത്തെ പണികളെല്ലാം ഒതുങ്ങി. അപ്പൊ നാഫി ടോക്കി ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, ബൈ.